ഒരുത്തിന് ഏതോ കൊറേ എണ്ണത്തിന് അല്ല കൊറേ എണ്ണത്തിന് മൂന്നെണ്ണം വെച്ച് കിട്ടിക്കുന്നു. ഞാൻ പഴശ്ശിയുടെ തത്സമയം നോക്കിയപ്പോ കൊറേ എണ്ണത്തിന് തൊട്ട് കൊടുക്കും. വന്ന് കുത്തണ ഒരു സാധനം ഉണ്ട് കേട്ടോ, വന്ന് കുത്തണ ഒരു സാധനം. ഫാൾക്കൺ കുത്തും ഞാൻ പ്രതീക്ഷിച്ച ഫാൾക്കനൊക്കെ ട്രിഗർ ആയി നിൽക്കുക. ആദ്യം അവിടെ ഇറങ്ങാൻ പോയി ഒരു വണ്ടിനെ അടിച്ച് തെറിപ്പിച്ചോളത്. ഞാൻ തെറിച്ചു പോടാ. ഞാന് നേരെ പോയിട്ട് മലയുള്ള ഒരുത്തനെ ഇടിച്ചു കൂള് അതാണ് വിഷയായി കുത്തണ്ടിട്ട് ഒരു ഇതായി എന്തത് സെക്കൻഡ് ഇതില് മുതലേതാ? അതാണ് ഞാൻ ആരാണോന്ന് അടിക്കൊക്കെ ഇറങ്ങി. ഇത് കണ്ടോട്ടെ, ഇവിടെ കണ്ടോട്ടാ. അത് ഇവിടെ വന്നത് എടുത്തോണ്ട് ഇത് ഉറുമ്പ് ഇവിടെ ആളില്ലല്ല കൊല്ലാൻ നോക്കിയതാനെ. എടാ ഇവിടെ നിന്നിട്ടാണ് ഇതൊക്കെ പറയണേ. ഞാൻ വിചാരിച്ച അമ്മാരില്ല. അതല്ല അമ്മായി ഇവ പറയുന്നത് എലി ഇറക്കാൻ അറിയലതാ അത്രയും പേര് നിന്നിട്ട് ആകെ ഒരു പിക്ക് എന്തോ അവന്മാരെടുത്തത്. നിന്നെ എടുത്തോ? ഓക്കെ. അല്ല അതിന്റെ ഇടയിൽ ഒരുത്തം പറഞ്ഞു കേട്ടോ ഫ്ലോലെസ് എന്ന് പറഞ്ഞപ്പോ. അതാ മതി. അതാ നിന്നെ റേഡിയോ വിളിച്ചിട്ട് എന്തോ പറയുന്നില്ലേ? എന്റെ മാർക്കിലുണ്ട്. എല്ലാ വണ്ടിയും നിരനിരയായിട്ട് നിക്കുവാണ്. അവിടെ ട്രിഗർ ആയിരുന്നു, എല്ലാരും ട്രിഗർ ആയിരുന്നു ഈ സമയത്ത്. അവന്മാരുടെ ഒരു 6x6 ഉണ്ട്, അതെടുത്തിട്ട് കളിച്ചോട്ടോ. കണ്ടുപോലും ഇല്ല. സത്യം പറഞ്ഞ വണ്ടിയുടെ സംസാരം വേണ്ടായിരുന്നു. സമയം വെറുതെ വേസ്റ്റ് ആയി. പറന്നു മേടിച്ചു. നീ ഇറങ്ങിയില്ലേ? നീ ഇറങ്ങിയോണ്ട് അവന്മാരും അങ്ങ് ഇറങ്ങി തന്നത്, അത് നന്നായി. പേടിച്ച് തൂറി മെഴുകി അവന്മാര്, പേടിച്ച് തൂറി. ഇനി കുറച്ചു നടക്കാതെ. പക്ഷെ ഞാൻ അവർ പൊട്ടന്മാരാ സത്യം പറഞ്ഞ ഒന്നും പറയുന്നില്ല. എടാ ഇതാണോ നീ കാണിക്കാന്ന് പറഞ്ഞേ? കൈകൊണ്ടിരിക്കാൻ പോയത് അവിടുത്തെ ലാസ്റ്റിലാണ് കൈകൊണ്ടിരിക്കാൻ. ഞാനും അത് വിചാരിച്ചായിരുന്നു. എന്ന് വെച്ചാൽ കത്തിക്ക് വല്ല എടുക്കാന്ന് വിചാരിച്ചതാ. എടാ മതി ഫാൽക്ക പൗസ് ചെയ്തോ അല്ലെങ്കിൽ സൗണ്ട് മ്യൂട്ട് ചെയ്തോ, വെറുതെ ഫാന് മേടിക്കണ്ട. ഏതോ ആൾക്കാ റേഡിയോയില് പറഞ്ഞതിലൊക്കെ അവ കാണിച്ചു കൊടുത്ത് അടിച്ചു കൊടുത്തവ. അടിച്ച് അടിയും കൊടുത്ത്. അമ്മായി കക്കാശിക്ക് എല്ലാ കില്ല് കിട്ടി. എടാ സ്ക്രീൻ എന്താ ഇഷ്യൂ? സ്ക്രീൻ എന്താ കറക്റ്റ് അല്ലേ? കാണത്തില്ലേ? ഇതിലാർക്കോ എല്ലാ കില്ലും കിട്ടി. എന്താടാ എന്താടാ എനിക്കെന്ന് പറഞ്ഞേ? കില്ല് കിട്ടി.
ഷട്ടർ ചെറുതാക്കി മിനിമൈസ് ചെയ്തിട്ടു. ഒരു POV ഞാൻ ലിങ്ക് അയച്ചോടാ അതല്ലേ. ഞാൻ കിടക്കട്ടെ, നാളെ ജോലിക്ക് പോണം. പോയിട്ട് മൊയ്തീനെ പിക്കുണ്ടോ? വിറയ്ക്കുന്ന കൈയൊക്കെ. ലിയോന്റെ പ്ലേ എന്റെ കശു എടുത്തിട്ടുണ്ട്. എന്നാ അടുത്ത play. ഇത് നൈസാ. നമ്മള് വളഞ്ഞായിരുന്നു. ഇവിടുന്ന് കൊണ്ട് നമ്മള് റൈറ്റിൽ നിന്ന് പുഷ് ചെയ്തായിരുന്നു. പിന്നെ സെന്ററിൽ നിന്ന് ആൾക്കാരുണ്ട്. ഞങ്ങള് കൊണ്ടുന്നുണ്ടായിരുന്നു താഴെ. അത് കാണണ്ട. ഞാൻ പാളക്കിറങ്ങിയപ്പോ ലിയോ എങ്ങനെയുണ്ട് ഗ്രൗണ്ട് കളിച്ചിട്ട്? എനിക്ക് സെറ്റ്. എനിക്ക് തള്ളക്ക് വിളിച്ചിട്ട് ദേഷ്യം മൊത്തം ഇരിക്കുവായിരുന്നു. ഞാൻ ആ ഒരു ഇതങ്ങ് തീർന്നു. അല്ല അത് ഫാൽക്കനെ വിളിച്ചോ? ഫാൽക്കനെ തള്ളക്ക് എന്താ വിളിച്ചില്ലേ അവര്? എനിക്ക് അതിന്റെ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അതങ്ങ് തീർത്ത്. അതൊരു സാധനം ഗ്ലിച്ച്. അറിയില്ല എന്താ ബഗ് അടിച്ച എന്താ ഗ്ലിച്ച് ഗണ്ണെടുക്കാനുള്ള ഗ്യാപ്പ് കൊടുക്കടാ കക്കാശി. എടുക്കാൻ പറ്റിയിട്ടില്ല. ചെറിയ ഗ്യാങ്ങല്ലോടാ സാഗർ, വലിയ ഗ്യാങ്ങല്ലേ. കുറച്ച് കാഷ്വാലിറ്റീസ് എടുക്കാറുണ്ട്. അതെ നമ്മൾ കുത്തിന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് CM-നെ അടിക്കാൻ പറ്റിയേ. ഇല്ലേ നമ്മൾ എന്ത് ചെയ്തേനെ. നമ്മളാണ് ഡെയിലി വാറാ. നമ്മൾ ട്രൈ ഹാർഡ് ആയിരുന്നേ. ആ 2 ക്രോസറൊക്കെ വെച്ചിട്ടാണല്ലോ. അതിന്റെ രണ്ടിന്റെ ഇടയിൽ തല കയറ്റണോ? അതല്ല ഇതെന്താ 2 ക്രോസ് ചെയ്യാറോ നിനക്ക്? ഇതെന്താ നെട്ടുവരാൻ വന്ന് കാല് വെച്ച് പഴച്ചവനെ കൊലക്കി കൊടുത്തല്ലോടാ നാറി. എടാ പോലീസ് കളഞ്ഞല്ലോ നമ്മുടെ. ഈ നാറി എന്തോ കാണിക്കുന്നേ? മറ്റേ വാലോയില് ഒരുമാതിരി ടീംമേറ്റ്സ് കാണിക്കുന്നല്ലേ, ചേർത്ത് വെച്ച് കൊടുക്കുക. അങ്ങനെ ബോഡി ബ്ലോക്ക് വന്നല്ലേ അപ്പഴേ ആ കുത്തനെ കാണിക്കണം. അതാ ഹോക്കി പറഞ്ഞേ. ആൾക്കാർക്കണ്ടപ്പോ അങ്ങനെ കുത്തിയതാണ്. ഫാൾക്ക് ഇറങ്ങിയാണ്ടപ്പോ ഞാൻ പിന്നെ പെട്ടെന്ന് ഇറങ്ങി. എടാ അവന്മാരെല്ലാരും ഓൺ ഫൂട്ടാ. ഇവൻ ഇറങ്ങോ? ഇവിടെ ഇറങ്ങിയോ? ഇല്ല, ഞാൻ നേരത്തെ ഞെക്കിയതാണ്. അവന്മാര് കാണുന്നതിന് മുമ്പ് ഞെക്കിയതാ. നമ്മളവിടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ നീയൊക്കെ ചത്തനായിരുന്നു. ഞാനവിടെ ഡിസ്ട്രാക്ഷൻ കൊടുത്തു. അപ്പോഴേക്ക് ഞാൻ ഡിസ്ട്രാക്ഷൻ കൊടുത്തു അവിടെ. അല്ലേ അല്ല ഹോക്കിന്റെ അല്ല എന്റെ കാണുന്നില്ല. ഞാൻ കാണിച്ചില്ല. ഇപ്പൊ എന്തായാലും ഇപ്പൊ കാണിച്ചല്ലേ. നിനക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ കളിക്കാൻ പറ്റുന്നില്ല? ആകെ ഒന്നും ഇല്ലായിരുന്നു അത്ര വണ്ടി വന്നപ്പോ. ഹോക്കി എല്ലാ അടിയും മേടിക്കുന്നുണ്ട്. എത്ര പേരുണ്ടെന്ന് എണ്ണുമായിരുന്നു. മറ്റേ കണക്കെടുക്കണല്ലോ. എടാ അതൊന്നും അല്ല, അത് വെള്ളം എടുക്കാൻ പോയ ഏതോ പയ്യനാ. വെള്ളം എടുത്തിട്ട് തിരിച്ചു വന്നപ്പോ ഇവിടെ ആള് വളർന്നു. അയ്യോ അടിയെന്ന്. അയ്യോ ഞാൻ അവിടുന്ന് ഒരു ഓട്ടോ ഓടണം. ഇവിടെ നിന്ന് അടിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായിട്ട് ഒരു ഓട്ടോ ഓടും. ഒരു നിമിഷേ അന്നടിച്ച കൊണയൊക്കെ എനിക്ക് ഓർമ്മ നീ കൊണ്ട് കുത്തിയപ്പോ. കാണുന്നുണ്ടോ? അടി വന്നു നോക്കി. ഓർമ്മയുണ്ടോ? ഞാൻ ഓടി പിന്നെ ഒന്നും നോക്കിയില്ല. ഗണ്ടൊക്കെ ഗണ്ടൊക്കെ എടുത്തു കേട്ടോ. എടാ മൊയലെ നിനക്ക് വയ്യേ? നീ എന്തിനാ അവിടെ കൊണ്ട് കുത്തി? നിനക്കൊന്ന് വണ്ടി എടുത്ത് ഇപ്പുറത്തോട്ട് മാറിയാ പോരായിരുന്നോ? ഞാൻ എന്താ അറിയോ, ഞാൻ ഈ ഫാൾക്കന് ഇവിടെ കുത്തി ഇറങ്ങി. പിന്നെ ആരും കണ്ടില്ല. ആരും കണ്ടില്ലെന്ന്. എല്ലാരും അപ്പുറത്തെ സൈഡിലുണ്ട്. താണ്ഡവങ്ങൾ തീ പിടിക്കാൻ ഓടോടാ ഞാൻ ഗണ്ടൊക്കെ എടുത്ത് ചോടും.
ഹോക്കിയെ ചോദിച്ചു മേടിച്ചതാ. ഹോക്കി എന്റെ വണ്ടി വേണമെന്നേ ചോദിച്ചു മേടിച്ചതാ. പണ്ടേ ആഡിസൈലാണ് ഇവൻ, ആഡിസൈലാ വിറ്റ് കളയും എല്ലാത്തിനും കൂടെ ഉള്ളമാര്. പിന്നെ അങ്ങ് അടിയോട് അടി തന്നെ. പക്ഷെ പിക്കൊന്നില്ല കേട്ടാ. എന്റെ ഓബിയസിന്റെ ഇതൊന്ന് റെഡിയാക്കി തരണം ആരെങ്കിലും. ഗ്രൂപ്പില് സെന്തിൽ ബ്രോയുടെ മെസ്സേജ് ഒക്കെ പാവോ. ഞാനൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചിട്ട് തിരിഞ്ഞ് ഹെഡ്സെറ്റ് എടുത്ത് വെച്ച് നോക്കിയപ്പോ അവിടെ എല്ലാം കഴിഞ്ഞു. ഓൾ ഡൗൺ. കിവി മെമ്പേഴ്സിനോട് ഒരു അഭ്യർത്ഥന ഉണ്ട്. ആണ്ടിൽ എടാ ഇത് കണ്ടു നോക്ക്. ആണ്ടിൽ ഒരിക്കലാണ് ഒരു ആരെങ്കിലും കിട്ടുന്നത്. അതൊന്ന് മര്യാദയ്ക്ക് കാണാനുള്ള ടൈം എങ്കിലും തരണം പ്ലീസ്. അയ്യോ ഇല്ല 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 കുറയൊന്നും ഇല്ലടാ. എല്ലാവർക്കും ഉണ്ട്. ഇപ്പല്ല നീ ആരെ വണ്ടിയിലായിരുന്നു? എന്റെ വിഫാണ് ഞാൻ അവിടെ വരച്ച് അവന്മാരെ പടം വരച്ച്. ഞാനവിടെ മറ്റേ നെട്ടൂരാന്റെ നെറ്റ്. കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല. എന്താ പറയണേടാ 8 7 വണ്ടി പിന്നെ 10 30 പേരുമല്ലേ. എന്നിട്ട് എന്താ കുത്താത്തെ? ഇതെന്താ ഭയങ്കര അല്ല അത് മാലിക്കാണോ? മാലിക്ക് കുഴപ്പമില്ല. എന്റെ ഹീലും ഇതും ഇല്ലാത്തതാണോ അതോ ഇങ്ങനെയാണോ ഫുള്ള്? ഇങ്ങനെ നല്ല ഫുള്ള് എന്താ അവൻ ശ്രദ്ധിച്ചില്ല. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന മുമ്പ് എപ്പോഴും ഹീൽ ചെയ്ത് അടിക്കണടാ. ഇതെല്ലാം പ്രാവാണ്ട് അണ്ടി നോക്കും. ഞാൻ സത്യസന്ധമായ ഒരു കാര്യം ചോദിച്ചോട്ടെ ചേട്ടേ. നിന്റെ കൈ നൈസ്. അവൻ അവിടുന്ന് കറങ്ങി വന്ന് എന്നെ അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആർമി മനസ്സിലായോ? ഞാൻ അവനെ അടിക്കാൻ വേണ്ടിയാണ് അവിടെ കുത്താൻ പോയത്. നോക്കിയപ്പോ സൈഡിൽ നിന്ന് വെടി വരുമായിരുന്നു. തിരിഞ്ഞു നോക്കിയപ്പോ അവൻ നിൽക്കുക, ഞെക്കി പിടിച്ചു. കൈ വിറച്ചില്ലേ ചേട്ടാ ഇത് അടിക്കുമ്പോ? എനിക്ക് PC ഉറക്കായിരുന്നു അവിടെ. ഇവിടുന്ന് വെടിയൂല. പനിയാ. ലഗസി എടാ ഇവൻ കണ്ണില്ല, 0 ഡ്യൂറബിലിറ്റി ഉള്ള കണ്ണും കൊണ്ട് അടിക്കാൻ വന്ന ലഗസി. എന്തോ സൗണ്ട് എന്തായിട്ടാണ് അനൗൺസ്മെന്റ് ഒന്നും ആയിട്ടില്ലേ? എന്ത് എന്തോ ഇത് ഇട്ടിട്ടുണ്ടല്ലോ നമ്മൾക്കെതിരെ എന്തോ. എടാ നോക്കട്ടെ ഒന്ന് പൗസ് ആക്കി നോക്കട്ടെ. ബട്ട് സ്റ്റിൽ KVR അടിയായിരുന്നു കേട്ടോ. അല്ല ഇനിയിപ്പോ കൊറേ ബാന് കാണോ? അവന്മാര് മിക്കവാറും ടിക്കറ്റ് വലിച്ചു കാണും കേട്ടോ കൊറേ. അല്ല വേറൊരു കാര്യമല്ല KVRP അവന്മാരോടെ CM മറ്റേ അവന്മാരുടെ കസ്റ്റം വണ്ടിയും കളിച്ചിരിക്കുക. നമ്മള് 3 ദിവസം കൊണ്ട് നമ്മള് ഓടിച്ചിട്ട് നമ്മള് ഫയൽ കൊടുത്തിട്ട് നമ്മുടെ ഇതാക്കിയിട്ടില്ല. നാളെ ഹംസക്കുട്ടിയൊക്കെ വരും ചെലപ്പോ. എടാ ഹംസക്കുട്ടി അതാ കൂടി എടാ മിണ്ടായി അതിനൊന്നും പറയണ്ട, ഈ ചാറ്റി പറയുന്ന. ഒരു കില്ലിന്റെ അടിച്ച് അണ്ണായി കൂടാ എല്ലാരും സപ്പോർട്ട് ചെയ്തു. കണ്ണ അപ്പൊ നീ ഞെക്കി പിടിക്കുവായിരുന്നു അവിടെ. പോണ ഉണ്ടാക്കാം അവന്റെ ഇവിടെ കടിയും കഴപ്പും കഴിഞ്ഞ നീ അവിടെ ഡൗൺ എന്നല്ല റേഡിയോ പറഞ്ഞിരുന്നെങ്കിൽ ഈ POV നമ്മളെ കാണിക്കുമ്പോ.
ഇത് സത്യം പറഞ്ഞാല് 17 19 എന്തോ ആയിരുന്നു. ആ അവരാളുണ്ടായിരുന്നു, നമുക്കായിരുന്നു തോന്നുന്നു ആള് കൊള്ളാം. ആ എടാ അയ്യോ ഇത്ര നേരം അടിച്ചൊന്നും പോയില്ലായിരുന്നു. അവന്മാര് കഴിക്കണ 10-20 പേരുണ്ടായിരുന്നു അടിക്കാൻ. ഇതൊക്കെ ഇവിടുത്തെ അവസ്ഥ. ഒരാൾ ആൾക്കാരെ എണ്ണുന്നു,